അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. ഈ വിഷയങ്ങളൊന്നും ഉണ്ടാതിരുന്നു കൊണ്ടിട്ട് കണ്ണടച്ച് ദുർബലം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്ന ഒരു സംവിധാനം നമുക്ക് പറ്റില്ല, നമുക്ക് ഭൂഷണമല്ല. ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാര് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക, അവരുടെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതും ഇസ്ലാമിക വിരുദ്ധാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവൂ, സഹകരിക്കാവൂ. കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത്, തെറ്റാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ബിദ്അഈ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്തവനെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ്. ആര് ചെയ്താലും തെറ്റാണ്. ഇതിപ്പോ ഞാനൊരാൾ ഉദ്ദേശിച്ച് പറഞ്ഞതെല്ലാം പൊതുവെ പറയാണ്. ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും, കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിൽ പോയാലും പുറത്താക്കും, ലീഗുകാരൻ പോയാലും പുറത്താക്കും. അല്ലേ? സംഗതിയല്ലേ? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ആദർശ വിരുദ്ധമായ, അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത, അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കണം. ഭരണഘടന അതാണ് അതിൽ അനുശാസിക്കുന്നത്. തീരുമാനങ്ങൾ അതാണ്. സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം. ഇത് പറയണ്ടേ? അതിനിപ്പോ ചില ആൾക്കാർ ഒഴിവുണ്ടോ? ആരാ ഒഴിവുള്ളത്? മൈസൂമികളായിട്ട് ആരുമില്ല. അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ്, ഹലാലാക്കിയത് എല്ലാവർക്കും ഹലാലാണ്, ഫറലാക്കിയത് എല്ലാവർക്കും ഫറലാണ്. അതിനെ കൂട്ടർ ചെയ്താൽ തെറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾ മറ്റൊരു ആരും നോക്കണ്ട, അത് പണ്ടേ അങ്ങനെ പോന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി പ്രവാചക കുടുംബത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. കേരളീയ സമൂഹത്തിൽ അത്തരം വിശ്വാസങ്ങളും ആത്മീയമായ കടപ്പാടുകളൊക്കെ ധാരാളമായി വഅള് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തവരാണ് ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ. ആ തങ്ങന്മാരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി, പ്രവാചക കുടുംബത്തോടുള്ള കടപ്പാടിന്റെ ഭാഗമായി തന്നെ പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ സാമാന്യം
ഇസ്ലാമിനെ കുറിച്ചൊക്കെ കൂടുതലായി പഠിക്കാത്ത പൊതുസമൂഹം മുസ്ലിമീങ്ങൾക്കിടയിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മുക്കം ഉമർ ഫൈസി ഈ അടുത്തു നടത്തിയ പ്രസ്താവന അത് ചാനലുകളൊക്കെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് അതിവൈകാരികമായി സമൂഹത്തിലേക്ക് തള്ളപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ വികാരപ്പെടുന്ന കുറെ സാധാരണ മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് വൈകാരികമായി തന്നെ തെറി പറയുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുമാണ്. അവരുടെ നിഷ്കളങ്കതയും അറിവില്ലായ്മയും കൊണ്ട് സാധാരണഗതിയിൽ അതൊക്കെ അള്ളാഹു തന്നെ ഒരുപക്ഷെ അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അത്തരം പ്രതികരണങ്ങളൊക്കെ പക്വതയില്ലാതെ പഠിക്കാതെ പ്രതികരിക്കുന്നതും വളരെ അപകടമാണ്. പക്ഷെ എന്റെ വിഷയപ്പതൊന്നുമല്ല. അത്തരം ചില സാഹചര്യങ്ങളെ മുതലെടുത്ത് മുതലക്കണ്ണീരുമായി വഹാബി പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തിൽ ഇത്തരം സ്നേഹങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ട് കുറെ കാലായി. അതിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണ് റഫീഖ് മൗലവി. പുതിയ വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഉമർ ഫൈസിക്ക് പാണക്കാട് തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും ജിഫിരി തങ്ങൾ പാപ്പാന്റെ യോഗ്യത ചോദ്യം ചെയ്യാനുമാണ് അങ്ങേര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യകരമായ സംവാദത്തിന്റെ യാതൊരു പാഠവും അശേഷം പഠിച്ചിട്ടില്ലാത്ത വിവരദോഷിയായ ഈ വിദ്വാൻ ഉമർ ഫൈസിയോട് യോഗ്യത ചോദ്യം ചെയ്ത് നടത്തുന്ന ചില പരാമർശങ്ങളാണ് ഈ വീഡിയോയുടെ പശ്ചാത്തലം. എന്താണ് ഉമർ ഫൈസി പറഞ്ഞത്? ഉമർ ഫൈസി പറഞ്ഞത് കാളിയാകാൻ വിവരം വേണമെന്നാണ്. ഇനി മൗലവി എന്താ പറയുന്നത്? വഹാബികൾക്കൊക്കെ ഇമാമത്തുക്കാനും മതം പറയാനും കാളിയാകാനൊന്നും ഒരു വിവരവും വേണ്ട എന്നാണോ? അല്ലെങ്കിലും വഹാബി പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ വിവരമുള്ള ആണൊരുത്തനുണ്ട് എന്നത് മലയാളികൾക്ക് തീരെ ഉറപ്പില്ലാത്തൊരു കാര്യവുമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഖാലി സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യനല്ല. ഇത് എന്റെ വകയുള്ള കുത്തിത്തിരിപ്പാണ്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാളിയാകാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ഞങ്ങളാരും കേട്ടിട്ടില്ല. കാളിയാകാൻ വിവരം വേണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലെത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതില്ലേ? ഇല്ല ചങ്ങായി. ഒരു കാളിന്റെ മുമ്പിൽ സങ്കീർണമായ മസലകളും അനുബന്ധമായ വിഷയങ്ങളും വരുമ്പോ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രാഥമിക യോഗ്യത ഒരു കാളിക്ക് വേണ്ട. ഇഞ്ചാന്റെ അഭിപ്രായം എന്താണ്? വെറുതെ ഒരു കലങ്ങിയ വള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ കുത്തിത്തിരിപ്പേറ്റ് പ്രത്യക്ഷപ്പെട്ടേക്കുക. ആ ആട്ടും തോലൊക്കെ മുസ്ലിം സമുദായത്തിലെ ചന്നായകള് മടക്കി വെക്കുന്നതാണ് നല്ലത്. അതിനുള്ള ഇൽമ് അദ്ദേഹത്തിനില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പണ്ഡിതനല്ല. കാളിയൊരു പണ്ഡിതനാകണം. മതപരമായ വിഷയങ്ങളിൽ പ്രാഥമികമായെങ്കിലും മറുപടി കൊടുക്കാനും പ്രതികരിക്കാനും കഴിയുന്ന ആളാകണം. ഇതാണ് പറഞ്ഞത്. അതിനുള്ള ഇൽമുള്ളയാളല്ല. അതുകൊണ്ട് അതിന് യോഗ്യനല്ല എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി യോഗ്യതയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. പാണക്കാട് തങ്ങളെക്കാളും യോഗ്യതയില്ലാത്ത ആളാണ് ജിഫിരി തങ്ങൾ പാപ്പ എന്നൊക്കെയുള്ള കത്തിയും കൈക്കോട്ടുമായിട്ടാണ് ചെങ്ങായി വന്നിട്ടുള്ളത്. അവിടേക്ക് എത്തുന്നതിന് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം പണ്ഡിതനല്ല, യോഗ്യനല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് അദ്ദേഹം മാത്രമല്ലടോ. ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പഠിച്ച എല്ലാവർക്കും അറിയാം. മൂക്ക് കീപ്പട്ടായ മുസ്ലിമീങ്ങൊക്കെ അതിനെപ്പറ്റി പൊതുബോധമുണ്ട്. മറ്റു ചില കാര്യങ്ങളാലും താല്പര്യങ്ങളാലും അതൊക്കെ ഒരു ചർച്ചയായിക്കണമെങ്കിലും എന്നാൽ വഹാബികളുടെ അഭിപ്രായം എന്താ? അതൊന്ന് പറയങ്ങായി. ഇപ്പൊ നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹത്തിന് ഇസ്ലാമിൽ എന്ത് യോഗ്യതയാണുള്ളത്? അതാണ് ജിഫിരി തങ്ങൾ പാപ്പാക്ക് ഒരു യോഗ്യതയില്ല. എന്തുകൊണ്ടാന്നറിയങ്ങള്? സംഗതി വഹാബികളുടെ മതവിരുദ്ധമായ ജൽപ്പനങ്ങൾക്ക് ജിഫിരി തങ്ങൾ പാപ്പ പ്രതികരിക്കാറുണ്ട്. പെണ്ണ് പള്ളി പോകരുത്, പെണ്ണ് പുറത്തിറങ്ങുമ്പോ ആഡംബരങ്ങളും സുഗന്ധങ്ങളും ഉപയോഗിച്ച് പോകരുത് എന്ന് പറഞ്ഞതാണ് ചെങ്ങായിന്റെ ഒരു പ്രയാസം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുമാണ്. എന്നാൽ അതിന്റെ പേരിൽ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിന ഈ ചെങ്ങാതിനോടൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചതാണ്. സ്ത്രീകൾ പള്ളിയിൽ വരാൻ പാടില്ല, വന്നാൽ പെട്ടെന്ന് മെൻസസ് ഉണ്ടാവും, മെൻസസ് ഉണ്ടായിപ്പോയാൽ അത് താങ്ങാൻ പെണ്ണുങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞ് ലോകത്തൊരാളും ആക്ഷേപിക്കാത്ത വിധം സ്ത്രീ സമൂഹത്തെ ആക്ഷേപിച്ച മലയാളക്കരയിലെ ഒരുത്തനെ ഉണ്ടായിട്ടുള്ളൂ. അത് വെളിയങ്കോട് ഉമർ മൗലവിയാണ്. പെണ്ണുങ്ങൾ അബലകളും ചബലകളുമാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ നാറ്റിച്ചയാളാണ് ഈ ഉമർ മൗലവി. അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഇന്ന് വരെ ഈ ചങ്ങായിന്റെ നാവ് തൊള്ളിന്നൊന്ന് അനങ്ങിയതായിട്ട് മലയാളികൾ കണ്ടിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയുന്നു പറഞ്ഞതൊക്കെയാണ് ഇവൻ യോഗ്യത കുറവായി ജിഫിരി തങ്ങൾ പാപ്പയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോ ഖാദി സ്ഥാനമൊക്കെ പിന്നെയല്ലേ, അതിനേക്കാൾ വലിയ യോഗ്യത, അതിനേക്കാൾ വലിയ സ്ഥാനമാണല്ലോ സമസ്തയുടെ പ്രസിഡന്റ് ആവുക എന്നത്. അല്ല, അതിനേക്കാൾ യോഗ്യതയുള്ള വേറൊരു സംഗതിയുണ്ട്. ഒരു മുസ്ലിം ആയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ യോഗ്യത. ആ യോഗ്യതയിൽ ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താ വഹാബി? പറയണത് തൊള്ള തുറന്ന് ആട്ടുംതോലണിഞ്ഞ് മുസ്ലിം സമുദായത്തിൽ കടന്നു വരുന്ന ചെന്നായിട്ട് കാര്യമല്ല. എന്തായിരുന്നു വഹാബികളെ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ യോഗ്യത മുസ്ലിം ആയിരിക്കുക എന്നതാണ്. നിങ്ങൾ പാണക്കാട് തങ്ങൾമാരെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? പിന്നുള്ളത് എന്താണ്? സാമാന്യമായി
പൊതുസമൂഹത്തിൽ മനുഷ്യകുലത്തിൽ ഒരാൾ ബാപ്പക്ക് പിറന്നവനാവുക, തറവാടുള്ളവനാവുക എന്നതാണ് പൊതുസമൂഹം മൊത്തത്തിൽ കാണുന്ന ഒരു മനുഷ്യന്റെ യോഗ്യത. ആ യോഗ്യത പോലും പാണക്കാട് കുടുംബത്തിനടക്കം തങ്ങന്മാർക്കില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തവനല്ലടോ താന്. കേരളത്തിലെ അഹ്ലുബൈത്തൊന്നും അഹ്ലുബൈത്തല്ല എന്ന് പറഞ്ഞ് ആ അഹ്ലുബൈത്താണ് എന്ന് സ്ഥാപിക്കുന്ന സനദിനെ ചോദ്യം ചെയ്തുകൊണ്ട് റഫീഖ് മൗലവി പറഞ്ഞ യമണ്ടൻ വിവരക്കേട് സാന്ദർഭികമായി ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ പറയും ചില ആളുകൾ പരമ്പരയുണ്ടല്ലോ എന്നും. ചില പരമ്പരകൾ കൊണ്ടുവന്നാലും ആ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിലായല്ലോ? പരമ്പര ചിലപ്പോൾ ചില നമ്പറുകൾ പറയാൻ സാധിച്ചേക്കാം. അതാണ് സ്വന്തം പിതാമഹന്മാരെ കുറിച്ച് പ്രവാചകനിൽ എത്തിച്ചേരുന്ന പരമ്പര പുരോഹിതന്മാരെ മുന്നിൽ കൊടുത്ത ഒരു വീണ്ടും തങ്ങന്മാരെ തറവാട് ചോദ്യം ചെയ്യുന്നവരാണ്. ഓടോ ബാപ്പക്ക് പറക്കുക എന്ന ഒരു യോഗ്യത മനുഷ്യ സമൂഹം പൊതുവെ മനുഷ്യർക്ക് കാണുന്നതാണ്. ആ തറവാട് പോലും പാണക്കാട് കുടുംബത്തിൻ്റെത് ചോദ്യം ചെയ്തവനാണ് താൻ. അപ്പോ പാണക്കാട് തങ്ങന്മാരാവട്ടെ, ബായാർ തങ്ങന്മാരാവട്ടെ, കേരളത്തിലെ ലോകത്തെ ഏത് തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുമെന്നത് സാക്ഷ്യപ്പെടുത്താൻ ഏറ്റവും നല്ല തെളിവ് അവരുടെ പിതാവ്, പിതാമഹന്മാർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കുടുംബപരമായി അവരിൽ നിന്ന് കിട്ടിയ അറിവും അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളുമാണ്. സലഫി പറയുന്നത് അങ്ങനെ ഒരു തങ്ങൾ തൻ്റെ പിതാവ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ആ പിതാവ് തൻ്റെ പിതാവ് തന്നെയാണ് എന്ന് തെളിയിക്കാൻ ഒരു സാക്ഷിയെ കൂടി വേണമെന്ന ലോകത്താരും പറയാത്ത യുക്തിരഹിതമായ വിചിത്രമായ ഒരു വിവരക്കേടാണ് പുതുതായി റഫീഖ് സലഫി എഴുന്നള്ളിച്ചിട്ടുള്ളത്. ഇത്തരം പരമ്പരകൾ പുരോഹിതന്മാരെ മുമ്പ് കൊടുക്കുമ്പോൾ റഫീഖ് മൗലവി ഉളുപ്പില്ലാതെ ചോദിക്കുന്നത് ഒരു തങ്ങൾ ആ തങ്ങളുടെ പിതാവ് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവാണ് എന്നതിന് സാക്ഷി കൊടുക്കണം എന്നാണ്. റഫീഖ് മൗലവിയുടെ വീട്ടിലൊക്കെ ഉള്ള പരിപാടി ഇതൊക്കെ സാക്ഷിയെ നിർത്തി ചെയ്യുന്ന ഏർപ്പാടാണ് എന്നാ. എന്നാൽ മനുഷ്യന്മാർ അങ്ങനെയല്ല. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരമ്പര സനദ് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ ഈ 40 ഉപ്പാപ്പമാർ, അവരുടെ മക്കൾ ഇവരൊക്കെ ഇവരുടെ മക്കൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി സാക്ഷികൾ അത്യാവശ്യമാണ്. പൊന്നാര ചെങ്ങായി, നിന്റെ വാപ്പാന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിക്കാൻ ആദ്യ ഒരു സാക്ഷ്യം നാട്ടുകാർക്ക് കൊടുക്കുക. നിന്റെയൊക്കെ വീട്ടില് ഇതൊക്കെ സാക്ഷിയെ വെച്ചും ക്യാമറ വെച്ചും നടത്തുന്ന ഏർപ്പാടാണെങ്കിൽ ആ ഒരു സാക്ഷി ആദ്യം സമൂഹത്തിന് കൊടുക്കുക. എന്നിട്ട് വേണം തങ്ങന്മാരുടെ പിതൃത്വത്തിന് സാക്ഷി ചോദിക്കാനും തെളിവ് ചോദിക്കുവാനും. ഇത്രത്തോളം പച്ചയായ തോന്നിയാസം പറഞ്ഞ് അഹ്ലുബൈത്തിന്റെ തറവാട് ചോദ്യം ചെയ്തയാള് സാമാന്യം പൊതുസമൂഹം മൊത്തം ഒരു മനുഷ്യന് സാമാന്യമായി ഉണ്ടാകുന്ന യോഗ്യതയായി കാണുന്ന ഉപ്പക്ക് പറക്കുക എന്ന മാന്യത പോലും യോഗ്യത പോലും തങ്ങന്മാരുടേത് ചോദ്യം ചെയ്ത താന് ഇപ്പൊ ഇവിടെ പാണക്കാട് കുടുംബത്തിന് യോഗ്യത ഉണ്ട്, ജിഫിരി തങ്ങൾക്ക യോഗ്യതല്ലാത്തത് എന്നും പറഞ്ഞ് നിഷ്കളങ്കരായ ഇത്തരം കലങ്ങിയ വെള്ളത്തിൽ വികാരപ്പെട്ടു നിൽക്കുന്ന സാധാരണ മുസ്ലിമീങ്ങളെ വലവീശി പിടിക്കാൻ വന്നാല് ആ കള്ളച്ചരക്കൊന്നും ഇവിടെ ചെലവാക്കാൻ മുസ്ലിം പണ്ഡിതന്മാര് അനുവദിക്കൂലാന്ന് റഫീഖ് സലഫി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജിഫിരി തങ്ങൾ പാപ്പാന്റെ യോഗ്യത ചോദ്യം ചെയ്ത് സാദിഖലി തങ്ങൾ പാപ്പ യോഗ്യത ഉള്ള ആളാന്നും വരുത്തി തീർത്തുകൊണ്ട് ഇനി റഫീഖ് സലഫിന്റെ അടുത്ത ഡയലോഗ് എന്താണ്? ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ പാപ്പ വഹാബികൾക്കെതിരെ പറയാറില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറിഞ്ഞ കാര്യം അറിയുമെന്ന് സ്ഥാപിക്കാൻ ഹദീസും ആയത്തോതി ഖണ്ഡന പ്രസംഗത്തിനും മറ്റു മതവേദികളിലെ പ്രഭാഷണങ്ങൾക്കും ഇറങ്ങുന്ന ആളല്ല പാണക്കാട് തങ്ങൾ പാപ്പ. എന്നാൽ ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിയാബ് തങ്ങൾ മുമ്പൊരുക്ക വഹാബികൾക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയപ്പോ അതിൽ കലിതുള്ളി പാണക്കാട് കുടുംബത്തിനെതിരെ തിരിഞ്ഞോലാണ് ഈ വഹാബി പുരോഹിതന്മാര്. വഹാബിസത്തെ എതിർത്ത് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗത്തിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്ത്. വഹാബി ആശയങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന അബ്ബാസ് അലി തങ്ങളുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് മുജാഹിദ് നേതാവ് മജീദ് സൊലാബി ആവശ്യപ്പെട്ടു. ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവാണ് അബ്ബാസ് അലി തങ്ങൾ. വഹാബിസത്തിനെതിരെ SYS മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗമാണ് മുജാഹിദ് സംഘടനയായ KNM-നെ പ്രകോപിപ്പിച്ചത്. വഹാബി ആശയങ്ങളിൽ നിന്ന് അകലം പാലിച്ചാലേ ജീവിത വിജയമുണ്ടാകുമെന്ന അബ്ബാസ് അലി തങ്ങളുടെ പ്രസംഗത്തിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്തെത്തി. അബ്ബാസ് അലി തങ്ങൾ തിരുത്തണമെന്ന് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MI അബ്ദുൽ മജീദ് സ്വലാഹി ആവശ്യപ്പെട്ടു. മുജാഹിദ് സംഘടനകളിൽ പ്രവർത്തിക്കരുതെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരോടും അബ്ബാസ് അലി തങ്ങൾ ആവശ്യപ്പെടുമോ എന്നും മജീദ് സ്വലാഹി ചോദിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി നിയമിതനാവാനിരിക്കുന്ന ഒരാളിൽ നിന്ന് വളരെ സഹിഷ്ണുതയോടുകൂടിയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായമുള്ളത്. നമ്മളൊക്കെ പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുകയും അവരുടെ സമാധാനവും സഹിഷ്ണുതയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെയെല്ലാം തന്നെ ശ്ലാഘിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ്.
എന്നിട്ടും ഇതുപോലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുജാഹിദ് നേതാക്കൾ വിമർശനവുമായി എത്തിയതോടെ അബ്ബാസ് അലി തങ്ങൾക്ക് പിന്തുണയുമായി സുന്നി സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തിരുത്തനെന്ന് പറയാൻ ഇദ്ദേഹം ആരാ? പാണക്കാട്ടെ പൂമുത്ത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് ആദർശം പഠിപ്പിക്കാൻ ഇവരാരാണ്? അങ്ങനെയൊന്നും പാണക്കാട്ടെ തങ്ങളെ വിരട്ടി വലയിൽ അകപ്പെടുത്താമെന്ന്, തങ്ങൾ വരച്ച വരയിൽ നിർത്താമെന്ന് ഒരു വഹാബി വ്യാമോഹിക്കേണ്ട. പാണക്കാട് തങ്ങൾ കൃത്യമറിയാം എന്താണ് പറയേണ്ടതെന്ന്. അന്തരിച്ച പാണക്കാട് ഹൈദരി തങ്ങൾ വഹാബിസത്തിനെതിരെ നേരത്തെ നടത്തിയ പ്രസംഗവും സുന്നി നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അബ്ദുൽ വഹാബുമൊക്കെ ഉന്നയിച്ച വികലമായ ആശയങ്ങൾ അക്കാലത്ത് പണ്ഡിത ശ്രേഷ്ഠന്മാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. സ്വാദിഖ് അലി തങ്ങളുടെ അനുജനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നയാളാണ്. ഇതാണ് മുജാഹിദ് നേതാക്കളുടെ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് സൂചന. നിരന്തരമായി കവലകളിൽ ചട്ടമ്പികളായി വന്നിട്ട് പാണക്കാട് കുടുംബത്തെ മതവിരുദ്ധമായ എല്ലാവിധ ആക്ഷേപങ്ങളും ഉന്നയിച്ച് എത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശിർക്ക് വരെ ഉന്നയിച്ച് താറടിച്ച കൗമാണ് വഹാബി പുരോഹിത തറവാട്. എന്നിട്ട് അതിൽ നിന്നാണ് ഒരുത്തം വന്നിട്ട് ആട്ടുംതോലണിഞ്ഞ് മുസ്ലിമീങ്ങൾക്കിടയില് വഹാബിസം ചെലവാക്കാൻ ഈ കലങ്ങിയ വെള്ളം പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇദ്ദേഹത്തെ പോലെയാണോ? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തൊരു മുത്തുമണിയാണ് വഹാബിയൊക്കെ ഇപ്പൊ സാദിഖ് അലി തങ്ങൾ പാപ്പ. എന്റെ വഹാബികളെ, ആദ്യം അദ്ദേഹം ഒരു പിതാവുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ പ്രവാചകന് വരെ എത്തിച്ചേരുന്ന പിതാമഹന്മാര് അദ്ദേഹത്തിന്റെ ഉപ്പൂപ്പമാരാണ് എന്നെങ്കിലും തുറന്നു പറയാനുള്ള തൊലിക്കട്ടി, അതിനുള്ള നട്ടെല്ലെങ്കിലും ഈ സമുദായത്തിന് മുമ്പിൽ കാണിച്ചിട്ട് വേണം ഈ തോന്നിയാസൈറ്റ് സോഷ്യൽ മീഡിയയിൽ രംഗപ്രവേശനം ചെയ്യാൻ. മുക്കം ഉമർ ഫൈസി മനസ്സിലാക്കണം. മുക്കം ഉമർ ഫൈസിക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്റെ പ്രത്യാശാസ്ത്രം എന്താന്നുള്ളത് ആദ്യം താനൊന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ നേതാവിന്റെ യോഗ്യതയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നത് പോലെ ഈ നിലക്ക് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റായ ആശയത്തിലേക്ക് കൊണ്ടുപോയി ആ നിലക്കുള്ള ശിർക്കും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും അരക്കിട്ടുറപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് കളവ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതാണ് വഹാബികളുടെ വിവരക്കേട്, മതവിരുദ്ധത. അതൊന്നും പറയാൻ സാദിഖ് അലി തങ്ങൾ പാപ്പ സ്റ്റേജിൽ വരാറില്ല. അതാണ് വഹാബികൾ കണ്ട വല്ലാത്ത യോഗ്യത. പിന്നെയോ അവരുടെ നിഷ്കളങ്കത ചോദ്യം ചെയ്ത് വഹാബി പാഷാണങ്ങൾ വിറ്റയിക്കാനും അവരുടെ സക്കാത്ത് ചെലവാക്കാനും അവരുടെ സക്കാത്ത് കമ്മിറ്റിയിൽ ആളെ കൂട്ടാനും അതുപോലെ വഹാബി സമ്മേളനത്തിൽ മുസ്ലിമീങ്ങളെ ആകർഷിപ്പിക്കാനൊക്കെ പറ്റും വിധം ഇവരുടെ സാന്നിധ്യം ചിലപ്പോഴൊക്കെ ഇവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് തങ്ങൾ പാപ്പ കോല് കണ്ട മെച്ചം. സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ആദർശപരമായി പല വിഷയങ്ങളിലും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. എടോ, ആദർശപരമായി മാത്രല്ല, ആ തങ്ങളാണ് എന്നതിൽ പോലും തനിക്ക് വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ അദ്ദേഹത്തിന്റെ ഉപ്പൂപ്പമാരാണോ എന്ന കാര്യത്തിൽ പോലും സംശയിക്കുന്നയാളാണ് നീ. അവരുടെ തറവാട് പോലും ചോദ്യം ചെയ്യുന്നവനാണ് നീ. എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം പൊതുസമൂഹം ബാപ്പക്ക് പറക്കുക എന്ന യോഗ്യത അതുപോലും അഹ്ലുബൈത്തിനില്ല എന്ന് പറഞ്ഞ് വൃത്തികെട്ട നാവുകൊണ്ട് അഹ്ലുബൈത്തിനെ നിന്ദിച്ച താൻ ഈ മുസ്ലിം സമുദായത്തിൽ വന്നുകൊണ്ട് അഹ്ലുബൈത്തിന്റെ സ്നേഹമോ പാണക്കാട് കുടുംബത്തിന്റെ യോഗ്യതയോ മഹാനായ ജിഫ്രി തങ്ങൾ പാപ്പയുടെ അയോഗ്യതയോ ഇതൊന്നും മുക്കം ഉമർ ഫൈസിക്ക് എന്നല്ല മൂക്ക് കീപ്പൊട്ടായ ഒരു മുസ്ലിമിനും തൽക്കാലം നീ ക്ലാസ് എടുക്കേണ്ടതില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.